ഉണ്ണി നീ എപ്പോ വന്നിനി? നിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തന്നെയല്ലേ ഇപ്പൊ ടിവിയിലല്ലേ കാണുന്നില്ലോ, നാട്ടിലൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ നാട്ടിൽ ഉണ്ടാവണ്ടേ? നിങ്ങൾ എപ്പോഴും കങ്ങിന്റെ മുകളിലല്ലേ, പിന്നെ എങ്ങനെ കാണുന്നു? ഇത് പറിച്ചു കഴിഞ്ഞതല്ലോ. പറിച്ചു കഴിഞ്ഞോണ്ടിരിക്കുന്നു. അതല്ലേ, അത് കാണാനുണ്ട്. അടയ്ക്കൊന്നുമില്ല, ഇത് പിടിക്കാത്തതാ. നിങ്ങൾ പറിച്ചതാ? എല്ലാം പറിച്ചു കഴിഞ്ഞല്ലേ? അതെയാ, ലാസ്റ്റ് ആയില്ലേ? അതെയാ. അടക്കൊക്കെ എങ്ങനെ വിലയിലുണ്ടായിപ്പോ? അടക്കൊക്കെ വില കുറവന്നെ. അടക്കൊക്കെ 340. നിങ്ങൾ പിന്നെ നിങ്ങൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിത്താനല്ലേ ഇവിടെ ജയിച്ചേ? ഉണ്ണിത്താൻ ജയിക്കാൻ കുറെ കാരണങ്ങളുണ്ടല്ലോ. രാഹുൽ ഗാന്ധി ഒന്ന് വയനാട്ടിൽ മത്സരിച്ചു, ഇവിടെ കോൺഗ്രസ് ഭരണം ഇന്ത്യയിൽ ഉണ്ടാവുന്നു. അപ്പൊ പ്രധാനമന്ത്രി വയനാട്ടിലാണെന്നും നമുക്ക് അനുകൂലമായ MP ഉണ്ടാവണമെന്നും ജനം ചിന്തിച്ചില്ലേ? അപ്പൊ ഇപ്പൊ മാറുമായിരിക്കും. ഇപ്പൊ മാറാൻ സാധ്യതയുണ്ട്, മാറണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു പ്രതീക്ഷ ഉണ്ട്? വർഷം ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. പ്രതീക്ഷ ഉണ്ടല്ലേ? ഞാനെന്നാലും വീട്ടിലേക്ക് തന്നെയല്ലേ? വീട്ടിലേക്ക്. എന്നാലും അച്ഛനമ്മയോടൊന്ന് ചോദിച്ചിന് പറഞ്ഞേ. ഓ ഞാൻ പറയാം. ശരി. ഓ ശരി. കഴിയാനായ പോകാനായ ദൈവത്തിന് അവിടെ തൊഴിലും ഭഗവാൻ ഒന്ന് വരുത്തിയതാ. അവിടെ നോക്കിയാണോ തൊഴിലും ഭഗവാൻ കടത്തി കളിയൂല. ഓ ശരി. അപ്പോൾ ഇതാണ് കാസർഗോട്ടെ മെയിൻ പരിപാടി. സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറും തെയ്യം കെട്ട്. വാടാ, നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. മറ്റേ ഇലക്ഷന്റെ ആൾക്കാര് അത് അപ്പുറം വന്നിട്ട് പോനെ. അത് അച്ഛൻ്റെ അത് കാണിച്ചിട്ട് വന്നാ പറു അച്ഛനോട്. ഇതാണ് ഇലക്ഷന്റെ അഭ്യർത്ഥന. ആരും ഉണ്ടെന്ന് വെച്ചത്? കുഞ്ഞേഷം കൂടെ വേറെ ആരെങ്കിലും വന്നിനാ? ഇല്ല, വേറെ ആരും വന്നില്ല. വരാൻ തുടങ്ങിയിട്ടേ അപ്പൊ ആരും? ഇല്ല, ആരും വന്നില്ല. കാസർഗോഡ് കോൺഗ്രസ് ജയിക്കുന്ന കുറവല്ലേ? അതെ ജയിക്കൽ കുറവാണ്. അതെങ്ങനെ ഞാൻ പറയല്? മാങ്ങയും ചക്കയെല്ലാം നോക്കി നിന്നാല് വീട്ടിൽ തന്നെ നിന്നോ, പക്ഷെ നമ്മളെ പണി നടക്കൂല. അമ്മ എനിക്ക് ഭാസ്കരേട്ടൻ്റെ എടുക്കാൻ പോകണം. പട്ടളത്തെ നിങ്ങളെ കൂടെ പഠിച്ചല്ലേ? എന്റെ ക്ലാസ്മേറ്റ്. ഭാസ്കരേട്ടനാണ് നമ്മളെ നാട്ടിലെ ആദ്യത്തെ പൊതുപ്രവർത്തകൻ, ജില്ലാ ലെവലിലെല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ ഭാസ്കരേട്ടൻ നമുക്ക് കണ്ടിട്ട് വരാം. പട്ടളത്തെ മൂപ്പനാണ്. അതെയാ, പട്ടളത്തെ പട്ടളം പിന്നെ ആദിവാസി കോളനിയിലെ മൂപ്പനാണ് ഭാസ്കരേട്ടൻ. അപ്പൊ നമുക്ക് ഭാസ്കരേട്ടനെ കാണാം. ഭാസ്കരേട്ടാ ഹലോ ഉണ്ടല്ലോ ഇവിടെ തന്നെ? അല്ല, ഞാൻ പറഞ്ഞേ നിങ്ങളാണ് നമ്മളെ നാട്ടിലെ നേതാവ് എന്ന് പറഞ്ഞേ. നേതാവല്ല, ഒരു പ്രവർത്തകൻ. ഞാൻ അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിന് ഈ രംഗത്ത് വന്നപ്പോൾ അതിനുശേഷം ജനിച്ച കുട്ടികൾക്ക് MA ക്കാരും BA-ക്കാരും B.Ed-കാരും ടീച്ചർമാരിലായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ പക്ഷത്ത് ഇപ്പൊ കാസർഗോഡിന്റെ അവസ്ഥ കാണുമ്പോ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്ഥാനാർത്ഥി നമുക്ക് കാണുന്നത് ഉണ്ണിത്താനെയാണ്. എങ്ങനെയെന്ന് അറിയില്ല. മരിച്ച വീട്ടിൽ ഓടിച്ചെല്ലുന്നു, തെയ്യമുള്ള വീട്ടിൽ ഓടിച്ചെല്ലുന്നു, പള്ളിയിൽ കുർബാന വരുമ്പോ അവിടെ ഓടിച്ചെത്തുന്നു, മുസ്ലിം പള്ളിയിലാടെ പിന്നെ നോമ്പ് തുറക്കുമ്പോ ആടെ ചെല്ലുന്നു. അതെല്ലാം വലിയൊരു നേട്ടം തന്നെയാണ്. പിന്നെ ഞാനേ ഓക്കെ അപ്പൊ പിന്നെ അപ്പൊ നേരെ ഞാൻ സ്കൂളിലേക്ക് കൂടി പറ്റി പോകാം. ഇതാണ് പരപ്പ സ്കൂള്, പരപ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. എൻ്റെ അമ്മയും ഞാനും എല്ലാം പഠിച്ച സ്കൂള്. ഇവിടെയാന്ന് എനിക്ക് വോട്ട്. ഇപ്രാവശ്യം പിന്നെ തപാല വോട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിലും വോട്ട് ചെയ്യാം. എന്നാലും പറയുമ്പോൾ പറയണമല്ലോ, ഇതാണ് നമ്മളെ പരപ്പക്കാരെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ കോൺഗ്രസ് ഓഫീസ്. ഇലക്ഷൻ്റെ വർക്കാന്ന് ഇടാം. ഉണ്ണിത്താനിലുണ്ടല്ലോ, എങ്ങനെയുണ്ട് വർക്കെല്ലാം? എല്ലാം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഈ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് കോൺഗ്രസ്. പൈസയാണ് ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ആത്മവിശ്വാസമുണ്ട്, ജനങ്ങളുടെ സ്നേഹമുണ്ട്, നല്ല പിന്തുണയുണ്ട്. സത്യം പറയണം, ഇന്ന് എപ്പെങ്കിലും ലോക്സഭയിൽ അടുത്ത കാലത്ത് ഇവിടെ കോൺഗ്രസ് ജയിക്കുന്ന വിചാരിച്ചാ
ജയിക്കേണ്ട സാധ്യതയിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ ഒരു എനർജി ഉണ്ടായിരുന്നു. സാധ്യത ഉണ്ട് എന്നുള്ളൊരു ഞാൻ വാജ്പേയിയുടെ കാലം മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. ഇന്ന് വരെ വോട്ട് ചെയ്തിട്ട് ഒരു സ്ഥാനാർത്ഥി ജയിച്ചില്ല. ആര് ജയിച്ചാൽ പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതൊരു ഫ്ലൂക്ക് അല്ല. ഇത് കഴിഞ്ഞ തവണത്തെ ഉണ്ണിത്താന്റെ വിജയം ഒരു ഫ്ലൂക്ക് അല്ല. 1,00,000 പരാജയം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് അത് കുറഞ്ഞു വരികയും കഴിഞ്ഞ തവണ മഹാഭൂരിപക്ഷത്തിൽ വലിയ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പുതിയ വോട്ടർമാരെ എങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായതാണ്. കാരണം അത് കാസർഗോഡ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്ന് CPM-ന്റെ അക്രമ രാഷ്ട്രീയമാണ്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, കഴിഞ്ഞ തവണത്തേലും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മയല്ലെന്ന് അറിയോ, ഈ രാമറായി രാമണ്ണറായി ഈ പേരാണ് എനിക്ക് ചെറുപ്പം മുതൽ കേട്ട ഓർമ്മ. രാമറായി മത്സരിക്കുന്നുണ്ടെങ്കിൽ രാമണ്ണറായും അപ്പുറത്ത് മത്സരിക്കുന്നുണ്ടാവും. രാമറായി കോൺഗ്രസ്സുകാരനും രാമണ്ണറായി CPM-കാരനും ഏതെങ്കിലും ഒരാൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്യും എന്നുള്ളതാണ് കഥ. ഈ രാമറായിയുടെ മോൻ പിന്നെ രാമണ്ണറായിയുടെ മോളെ മകലം കഴിച്ചത് വേറെ കഥ. ഈ TV എല്ലാം വരുന്നതിന് മുമ്പേ പത്രവും പുസ്തകമെല്ലാം വായിച്ചിട്ടാണല്ലോ അപ്പം എല്ലാവർക്കും അറിവെല്ലാം കിട്ടുന്നതും പിന്നെ ചർച്ച ചെയ്യാനെല്ലാം പറ്റിയൊരു സ്ഥലം. അങ്ങനെ പരപ്പയിലെ പ്രധാന വായനശാലയാണ്, പ്രധാനമല്ല ഒന്നേ ഉള്ളൂ, നേതാജി വായനശാല ആൻഡ് ഗ്രന്ഥാലയം. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കുറേ കാലം ലൈബ്രറിയനായിരുന്നു. അന്ന് 300 റുപ്യാണ് മാസത്തിൽ കിട്ടൽ. അത് കൊല്ലത്തിലൊരിക്കൽ കിട്ടും, 3600. അന്ന് സ്വന്തം കെട്ടിടവുമില്ല വായനശാലയ്ക്ക്. ഈ കിട്ടുന്ന 3600 റുപ്യ നേരെ ആജിക്കൊക്കെ കൊണ്ട് കൊടുക്കും. മൂപ്പര ബിൽഡിങ്ങിലാണ് അന്ന് താൽക്കാലിക സംവിധാനത്തിൽ വായനശാല പ്രവർത്തിക്കുന്നുണ്ടായത്. ഇപ്പോൾ സ്വന്തം കെട്ടിടായി. വായനശാലയിൽ ഉഷാറായല്ലോ. കുറേ പുസ്തകങ്ങളുണ്ടല്ലേ? പുസ്തകം ഗ്രാൻഡെല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് MLA ഫണ്ടിൽ കിട്ടുന്നുണ്ട്. അന്ന് പിന്നെ ഞാൻ ജോൺ മാഷെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കണ്ണൂർ പോയിട്ട് എടുക്കൽ പുസ്തകം. മുമ്പേ ഉണ്ണികൃഷ്ണൻ പരപ്പാൻ വന്നിട്ടുള്ള ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാത്രമായി, EV ഉണ്ണികൃഷ്ണൻ മാത്രമായല്ലോ. TV വന്നപ്പോൾ പിന്നെ കാണുമ്പോൾ അറിയാമല്ലോ ഇത് പരപ്പയിൽ ഉണ്ണിയാണ്. അതുകൊണ്ട് പിന്നെ പരപ്പ് അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ഈ ഇലക്ഷൻ്റെ ഇതെല്ലാം എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ? ചൂടലായതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ബാക്കി പ്രചരണങ്ങൾ പോസ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളിൽ വന്നില്ല. വീട് കയറിയിട്ട് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ തുടങ്ങിയില്ല. അറിയാലോ കാസർഗോട്ട് BJPക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. പണ്ട് ലോക്സഭയിൽ KG മാരാർ, രാജഗോപാൽ അങ്ങനെ പ്രഗത്ഭന് മത്സരിച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ നാട്ടിലെ BJPക്കാരാണ്. അതോട്ടാ PK കൃഷ്ണദാസാണ് തോന്നുന്നു ഇവിടുത്തെ ലോക്സഭാ സീറ്റിലെ മത്സരം 1,00,000 മുകളിൽ വോട്ട് എത്തിച്ചല്ലേ അല്ലേ കൃഷ്ണദാസ്? പിന്നെ അത് കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ വന്നു. ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ നാടുകളിലുണ്ട്. കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം അതാണ്. മോദി തന്നെയാണ്. വന്ദേ ഭാരതെല്ലാം വന്നത് ഇപ്പോൾ കോൺഗ്രസിന് നേട്ടാവോ BJPക്ക് നേട്ടാവോ? ഇല്ല, അത് BJPക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു വലിയൊരു പദ്ധതിയല്ലേ വന്ദേ ഭാരത്. അത് ജനങ്ങൾ ഇഷ്ടംപോലെ എത്രയും പെട്ടെന്ന് എത്താനൊരു സംവിധാനം, തിരിച്ചെത്താനും പ്രത്യേകിച്ച് കാസർഗോട്ടാർക്ക് അതിപ്പോ മംഗലാപുരത്തേക്ക് നീട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. പണ്ട് പിന്നെ BJP എന്ന് പറഞ്ഞിട്ട് ആളുകളെ സമീപിക്കുന്നതും ഇപ്പൊ സമീപിക്കുന്നതും നമ്മളൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുന്നത്? തീർച്ചയായും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവര് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പണ്ട് അത് ഉണ്ടായിട്ടാണ്. പണ്ട് BJP ഒരു അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ഇന്നിപ്പോ പല കോളനികൾ എത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഓരോ വീടുകളിലും ഓരോ പദ്ധതികൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടതിൽ സന്തോഷം. ശരി. ഈ റബ്ബറെല്ലാം വരുന്നതിന് മുമ്പേ ഇത് പറങ്കാവായിരുന്നു കാസർഗോഡിൻ്റെ മെയിൻ വരുമാന മാർഗം. പറങ്കാവ് എന്ന് നമ്മൾ പറയും, പറങ്കിമാവ് എന്ന് പറയും, കശുമാവ് എന്ന് എല്ലാവരും പറയും. ഇപ്പോൾ ഇത് ഉണ്ടാ കൊരട്ട കശുവണ്ടി എന്ന് പറയും. ഇത് പറങ്കാങ്ങ. ഇത് എല്ലായിടത്തും കാസർഗോഡ് എല്ലായിടത്തും ഉണ്ടാവുമായിരുന്നു പണ്ട്. ഇപ്പോൾ ഇത് കുറഞ്ഞു. ഇപ്പോൾ ഇത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇപ്പോൾ കാസർഗോഡ് നിന്ന് പോയി. കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 1957 മണ്ഡലം രൂപീകരിച്ച് AKG ആണ് ആദ്യം ജയിച്ച്. പിന്നെ ആകെ ഇതുവരെ 3 കോൺഗ്രസ്സുകാരെ ഇടുന്ന് ജയിച്ചിട്ടു. കടന്നപ്പള്ളി രാമേന്ദ്രൻ, രാമറായി, ഇപ്പോൾ ഉണ്ണിത്താനം. നല്ല മത്സരം എപ്പോഴും. മണി അനീഷേ വാ. ഭ്രാന്തിന്റെ ഇലക്ഷന്റെ ഭ്രാന്ത്. ഞാൻ ഇന്നലെ എത്തി. പിന്നെ ഇലക്ഷന്റെ ഷൂട്ടും കാര്യമെല്ലായിട്ട് എന്റെ മണ്ഡലം ഇതിപ്പോ നമ്മളെ മണ്ഡലമാണല്ലോ. വോട്ട് വെച്ചിട്ട് വരുന്നതായിരിക്കും. പ്രശ്നം തിരിച്ചു പിടിക്കും. ഒരു കയ്യബദ്ധം പറ്റി കഴിഞ്ഞ വർഷത്തെ.
അല്ല ഈ വീട്ടിലെ ഓരോ വീടുകളിലെല്ലാം പോകുമ്പോൾ ഈ എന്ത് പറയുന്ന ആളുകളുടെ ഒരു റിയാക്ഷനൊക്കെ എല്ലാം ഇങ്ങനെ ഈ പൗരത്വ ഭേദഗതി ഉണ്ട്, പിന്നെ സർക്കാരിൻ്റെ ആണെങ്കിൽ പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ നാട്ടുകാർ എന്തെങ്കിലും പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും? പെൻഷൻ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ലേ? 2 മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു. അത് ജനങ്ങൾക്ക് അറിയാലോ. എന്തെല്ലാം ഇപ്പൊ വോട്ടർമാരുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു ആശങ്ക ഈ ലോക്സഭ ഇലക്ഷനിൽ? ഒന്ന് പിന്നെ ഇടതുപക്ഷത്തിനെ വിശ്വസിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ? കാരണം പിന്നെ പൈസ കിട്ടിയാൽ ചിലപ്പോൾ അവർ BJP-യിലേക്ക് പോകും. അല്ല ഇവിടുന്നല്ല കാസർഗോഡൊന്നും BJP-യിലേക്ക് വരുന്നുണ്ട് ആൾക്കാർ. കാസർഗോഡൊന്നും വരാം. ഇപ്പം നമ്മൾ കണ്ടില്ലേ കേരളം പ്രധാനപ്പെട്ട 2 മുഖ്യമന്ത്രികളും ഒക്കെ പോയില്ലേ. പൈസയുടെ ബുദ്ധിമുട്ടാന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങൾക്ക് പൈസ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഇലക്ട്രൽ ബോണ്ടൊന്നുമില്ലല്ലോ. നമ്മ പണ്ടേ നാട്ടാർന്ന് റെസീറ്റ് എടുത്ത് പിരിച്ചിട്ടാണ് പരിപാടി എടുത്ത്. ഇപ്പോഴും അങ്ങനെയാണ്. TV ചർച്ചയെല്ലാം കാണോ? ചർച്ചയെല്ലാം കാണും. അപ്പൊ ഈ പാർട്ടിക്കെതിരെ അഭിപ്രായം വരുമ്പോ ഇങ്ങനെ രക്തം തിളക്കോ? സത്യസന്ധമായ എല്ലാത്ത വാർത്തകളും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എന്നെ സംബന്ധിച്ച് തോന്നലുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. കാണാം. ശരി. എന്റെ ബാങ്ക് വിളിച്ചം എന്നും എന്റെ കർണത്തിന് മധുരമൊഴിയായിട്ട് വേണം. അതെനിക്ക് കുറുമയാണ്. പരാശക്തി എന്നാണ് പരാദേവത. ഇത്ര മുമ്പേതുമായിട്ട് നിങ്ങൾ ശത്രുക്കളെ പണ്ട് കരകയറാതിക്കിൽ ശത്രുവിനെ അടക്കാൻ തക്കവണ്ണം നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. ഇതെല്ലാം നമ്മ കാസർഗോട്ടാറായി. കാസർഗോട്ടിൻ്റെ കഥ പറഞ്ഞാലേ ഇപ്പോഴൊന്നും തീരില്ല. അതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ പിന്നെപ്പെങ്കിലും ഒരിക്കൽ പറയാം. അപ്പോൾ എന്നാ ശരി.